ചങ്ങല ഏതെങ്കിലും തരത്തിൽ പൊട്ടുമില്ല എന്നുള്ള ഉത്കണ്ഠ സംഘാടകർക്കും വരാം. കോഴിക്കോട് കഴിഞ്ഞാൽ മലപ്പുറമാണ്, മലപ്പുറം കഴിഞ്ഞാൽ പാലക്കാടാണ്. അപ്പം മലപ്പുറം കഴിഞ്ഞിട്ട് കോഴിക്കോട്ടേക്ക് വേണോ പാലക്കാട്ടേക്ക് വേണോ, കുറച്ചധികം ഞങ്ങൾ അങ്ങോട്ട് തന്നേക്കാന്ന് പറഞ്ഞു. 25 ലക്ഷം പേരാണ് പങ്കെടുക്കാൻ നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. 28 ലക്ഷം പേര് അതിൽ പങ്കെടുക്കുന്ന സ്ഥിതി വന്നു. അസാധാരണമായ വിജയം കൈവരിക്കാൻ അന്ന് കഴിഞ്ഞതിൻ്റെ ഓർമ്മ ഒരു മഹാ അനുഭവം പോലെ ഏറ്റവും സന്ദർഭോചിതമായ ഒരു പ്രവർത്തനത്തിനാണ് DYFI ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. കേരളം മനുഷ്യച്ചങ്ങല എന്ന സമരരീതിയെ പരിചയപ്പെടുന്നത് 1987 അതായത് സ്വാതന്ത്ര്യദിനമായ ആഗസ്റ്റ് 15 DYFI സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിലൂടെയാണ്. അന്ന് ഈ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ ആ സമയത്ത് DYFI സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന S. ശർമ്മയാണ് ഇപ്പോൾ റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. അന്ന് ഒരു മനുഷ്യച്ചങ്ങല ആദ്യമായിട്ട് കേരളത്തിൽ സംഘടിപ്പിക്കുമ്പോൾ അത് പിന്നീട് ഒരു ചരിത്രമായി മാറി. അതിൻ്റെ ഓർമ്മകൾ എങ്ങനെയായിരുന്നു? അന്ന് കേരളത്തിൽ ഈ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുൻകൈക്ക് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള നീക്കങ്ങൾ ഉടനീളം നടന്നിരുന്നു. അതിനെതിരായിട്ടുള്ള ഫൈറ്റും ഉണ്ടായിരുന്നു. ആ ഫൈറ്റിൽ കഴിഞ്ഞ 2-3 ദശകങ്ങൾക്കിടയിൽ കേരളത്തിൽ സംഭവിച്ച ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ചായിരുന്നു, ഗുണപരമായ മാറ്റമായിരുന്നു. സെക്കുലർ കൺസെപ്റ്റിനൊരു സ്വീകാര്യത ലഭിച്ചു. ആ സെക്കുലർ കൺസെപ്റ്റിന് ലഭിച്ച സ്വീകാര്യതയാണ് മനുഷ്യച്ചങ്ങല എന്ന ഒരു സമരരൂപം ആവിഷ്കരിക്കുമ്പോൾ അതിന് വർഗീയതക്കെതിരായി ദേശീയ ഐക്യത്തിന് വേണ്ടി, അതായിരുന്നു ആ സ്ലോഗൻ. വർഗീയതക്കെതിരായിട്ട് ദേശീയ ഐക്യത്തിന് വേണ്ടി. ദേശീയ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പഞ്ചാബിലൊക്കെ ചെറുതും വലുതുമായ കലാപങ്ങൾ നടക്കുന്ന കാലമായിരുന്നു. പ്രത്യേകിച്ച് പഞ്ചാബിൽ DYFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ഗുർനാം സിംഗ് ഉപ്പൽ എന്ന് പറയും. അദ്ദേഹം തീവ്രവർഗീയവാദികളുടെ വെടിയേറ്റാണ് മരിച്ചത്. ആ സമയത്ത് DYFIയുടെ പഞ്ചാബ് സംസ്ഥാന സെക്രട്ടറി സോഹൻ സിംഗ് ദേശി, അദ്ദേഹവും വെടിയേറ്റാണ് മരിച്ചത്. അപ്പോൾ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനീയരായിട്ടുള്ളവർ പോലും വർഗീയ തീവ്ര ശക്തികൾക്ക് ആക്രമണങ്ങൾക്കെതിരായി വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യം ഒരു ഭാഗത്ത് ദേശീയ തലത്തിൽ. കേരളത്തിൽ കമ്മ്യൂണൽ പൊളിറ്റിക്സിനെതിരായി സെക്കുലർ മൂവ്മെൻറ്റ് സ്ട്രെങ്തൻ ചെയ്തു വരുന്ന സന്ദർഭം. ഈ സാഹചര്യത്തെ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റത്തിന് അന്ന് മനുഷ്യച്ചങ്ങല തീർക്കുന്നതിന് തീരുമാനമെടുത്തു. ആ തീരുമാനം ചരിത്രത്തിലെ ഒരു അസാധാരണത്വം എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണയല്ല, അത് അസാധാരണത്വമുണ്ട്. പക്ഷെ ചരിത്രപരമായിരുന്നു, സാമൂഹ്യപരമായിരുന്നു, ജനപിന്തുണയുള്ളതായിരുന്നു. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം ഈ മനുഷ്യച്ചങ്ങലയിൽ അണിനിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. ഒരു വലിയ രാഷ്ട്രീയ സമരത്തിന് മുൻകൈ എടുക്കുകയാണ്. അതിനുള്ള ഒരു സംഘാടനം എങ്ങനെയായിരുന്നു അന്നത്തെ സംവിധാനം? അന്നത്തെ എന്ന് വെച്ചാൽ ആലുവയിൽ വെച്ച് 86 DYFIയുടെ സംസ്ഥാന സമ്മേളനം ചേർന്നിരുന്നു. ആ സമ്മേളനത്തിൽ ഭാവി പരിപാടികളെ സംബന്ധിച്ച് നിശ്ചയിച്ചിരുന്നു. ആ ഭാവി പരിപാടികളിൽ ഒരു പ്രധാനപ്പെട്ടതായിരുന്നു അഴിമതിക്കാരായിട്ടുള്ള മന്ത്രിമാരെ തെരുവിൽ തടയുക എന്നുള്ളത്. ആലുവയിൽ വെച്ച് നടത്തിയ ഡിക്ലറേഷനായിരുന്നു. മറ്റൊന്ന് വർഗീയതക്കെതിരായി ദേശീയ ഐക്യത്തിന് വേണ്ടി ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളത്. അന്ന് ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് അന്ന് തീരുമാനിച്ചത്. പിന്നെ ചർച്ചകൾക്ക് ഒരു ഘട്ടം എന്നുള്ള നിലയ്ക്ക് എത്തിയപ്പോഴാണ് ചർച്ചയുടെ ഒരു പരിണാമമായിട്ട് മനുഷ്യച്ചങ്ങല എന്ന സമരരൂപം കളക്റ്റീവായിട്ട് നടന്ന ഡിസ്കഷനെ തുടർന്ന് ഒരു പ്രോഡക്റ്റായിട്ട് രൂപം കൊള്ളുകയായിരുന്നത്. ആ പ്രോഡക്റ്റ് പിന്നെ വൻതോതിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടു. പൊളിറ്റിക്കലായിട്ട് നോക്കുമ്പോൾ വൻതോതിൽ സ്വീകാര്യത ലഭിച്ചു. ആ ആലുവയിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ മന്ത്രിമാരെ തടയൽ സമരത്തിൻ്റേതായിട്ടുള്ളത് അന്ന് 35 ദിവസക്കാലമാണ് ആ സമരം നടന്നത്. 10,800 പേർക്കാണ് അന്ന് മർദ്ദനമേറ്റത്. കാലൊടിഞ്ഞും കൈയൊടിഞ്ഞും നട്ടെല്ല് തകർന്നു. മർദ്ദനം ഏൽക്കാത്തവരാരുമില്ലായിരുന്നു. അഖിലേന്ത്യാ പ്രസിഡന്റ് വിജയകുമാർ മുതൽ
താഴത്ത് യൂണിറ്റ് സെക്രട്ടറി രാമൻ വരെയുള്ള മുഴുവൻ ആളുകൾക്കും മർദ്ദനമേറ്റു. അങ്ങനെ മർദ്ദനമേറ്റ് മന്ത്രിമാരെ തടയൽ സമരം ശക്തമായിട്ട് വന്ന് അതൊരു പ്രത്യേക ഘട്ടത്തിലെത്തി. ആ സമരത്തിന് തുടർന്ന് ബാലകൃഷ്ണൻ കാസർഗോഡ് രക്തസാക്ഷിയായി. വടകരയിലെ നാസർ വെടിയേറ്റു. നാസറിന് ഓപ്പറേഷൻ നടത്തി ആ അരിമ്പ് ഇതുവരെ മാറ്റാൻ പറ്റിയിട്ടില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ പോലെ നാസർ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യൂത്ത് മാർച്ച് നടന്നു. അതിനുശേഷം നോക്കുമ്പോൾ ഒരു പുതിയ ഗവൺമെൻറ്റിൻ്റെ ഭൗതിക പശ്ചാത്തലം, സെക്കുലർ തത്വാധിഷ്ഠിതമായ നയത്തെ അടിസ്ഥാനമാക്കിയുള്ളൊരു ഗവൺമെൻറ് രൂപം കൊണ്ട് ആ വന്ന ഗവൺമെൻറ് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള ഫൈറ്റിലും ദേശീയ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരക്കുന്നതിലും പങ്കുവഹിക്കാൻ കഴിയത്തക്ക പ്രാപ്തമായൊരു ഗവൺമെൻറ്റായിരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ കരുത്ത് ഏറ്റവും കൂടുതൽ ശക്തമായ വിധത്തിൽ രൂപീകരിച്ച് ജനങ്ങളുടെ വിശ്വസ്തത ആർജിക്കുന്നതിൽ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ടാണ് പിന്നീട് ഈ മനുഷ്യച്ചങ്ങല രൂപപ്പെട്ട് പരിണമിക്കുന്നത് വന്നത്. പുതിയ ഒരു സമര രീതി ആവിഷ്കരിക്കുന്ന സമയത്ത് അത് വിജയിക്കുമോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും. അന്ന് മനുഷ്യച്ചങ്ങല പോലത്തെ ഒരു സമരരീതി മുന്നോട്ട് വെക്കുമ്പോൾ അങ്ങനെ ഒരു ആശങ്ക DYFIക്ക് ഉണ്ടായിരുന്നോ? അന്ന് ഇതിനെ സംബന്ധിച്ച് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 940 കിലോമീറ്റർ ദൂരമാണല്ലോ ചങ്ങല കോർക്കുന്നതിന് വേണ്ടി നമ്മൾ നിശ്ചയിച്ചത്. അന്ന് ഗ്യാപ്പ് വരാതെ അങ്ങനെ നിശ്ചയിക്കുമ്പോൾ ആദ്യത്തെ അനുഭവമാണ്. ചങ്ങല ഏതെങ്കിലും തരത്തിൽ പൊട്ടുമില്ല എന്നുള്ള ഉത്കണ്ഠ സംഘാടകർക്കും വരാം. പൊട്ടുമെന്ന് പറഞ്ഞ് അധിക്ഷേപം ഉന്നയിച്ച് വൻതോതിലുള്ള ക്യാമ്പയിൻ മാധ്യമലോകത്ത് എല്ലാവരുമല്ല, അപൂർവം ചില പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ വൻതോതിൽ വിമർശനാത്മകമായിട്ട് എഴുതിയിരുന്നു. പക്ഷേ മറ്റേ മഹാകവി ഒളപ്പമണ്ണ, അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ, പോഞ്ഞിക്കര റാഫി, തകഴി, പൊൻകുന്നം വർക്കി, ONV, വൈക്കം ചന്ദ്രശേഖരൻ നായർ, കാക്കനാടൻ, സുകുമാർ അഴീക്കോട്, ഇവരെല്ലാം ഇതിന് അനുകൂലമായിട്ടുള്ളൊരു പിന്തുണ പ്രഖ്യാപിച്ചു വന്നതോടുകൂടി എതിർക്കുന്നവൻ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് എത്തി. എതിർക്കണവന് സമൂഹത്തിലൊരു സ്ഥാനമില്ലെന്നും സമൂഹത്തെ എതിർക്കുന്നവരെ സാമൂഹ്യദ്രോഹികളായി കണക്കാക്കുക എന്നുള്ളൊരു പൊതുബോധം വളർന്നു വന്നു. ആ വളർന്നു വന്ന പൊതുബോധമാണ് യഥാർത്ഥത്തിൽ ആ വിജയത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പങ്കുവഹിച്ചത്. അങ്ങനെ പങ്കുവഹിച്ച് മുമ്പോട്ട് പോകുന്നതിനിടയിൽ ഇത് പൊട്ടുമില്ല എന്നുള്ള ഉത്കണ്ഠ ഈ ക്യാമ്പയിൻ വന്നതിനെ തുടർന്ന് പരിഭ്രാന്തരായി പലരും. പക്ഷേ അന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ദാസൻ, പ്രസിഡൻറ്റ് ഞാനും, ഞങ്ങൾ രണ്ടും കൂടി പങ്കെടുത്ത് മലപ്പുറത്ത് നിന്നാണ് ആ ഉത്കണ്ഠ ഉയർന്നു വന്നത്. മാധ്യമലോകത്തിൻ്റെ ഇടയിൽ മലപ്പുറം അങ്ങനെ വരാനൊരു പശ്ചാത്തലമുണ്ട്. അന്നത്തെ കാലത്ത്, ഇന്നല്ല, അന്നത്തെ കാലത്ത് കേരളത്തിലെ ഏറ്റവും ഓർഗനൈസേഷനിലായിട്ട് വീക്കായിട്ടുള്ളൊരു ഡിസ്ട്രിക്റ്റായിരുന്നു മലപ്പുറം. അപ്പോൾ അവിടെ ഇത് സക്സസ് ആകില്ല എന്നുള്ള തോന്നൽ പ്രവർത്തകർക്കുണ്ടായി. സക്സസ് ആകില്ല എന്നുള്ള എതിർ ക്യാമ്പിൽ ശക്തിപ്പെട്ടു വരികയും ചെയ്തു. അങ്ങനെ ഞാനും ദാസനും കൂടി പങ്കെടുത്ത് മലപ്പുറം കമ്മിറ്റി ചേർന്ന് ചർച്ച നടത്തിയപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം സാഹചര്യങ്ങളൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ മലപ്പുറത്തെ ജില്ലാ നേതാക്കൾ പറഞ്ഞു, കോഴിക്കോട് കഴിഞ്ഞാൽ മലപ്പുറമാണ്, മലപ്പുറം കഴിഞ്ഞാൽ പാലക്കാടാണ്. അപ്പം മലപ്പുറം കഴിഞ്ഞിട്ട് കോഴിക്കോട്ടേക്ക് വേണോ പാലക്കാട്ടേക്ക് വേണോ, കുറച്ചധികം ഞങ്ങൾ അങ്ങോട്ട് തന്നേക്കാമെന്ന് പറഞ്ഞു മലപ്പുറം കമ്മിറ്റിയിലെ സഹാക്കൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞതോടുകൂടി ആ ഉത്കണ്ഠ അവസാനിച്ചു. കാരണം പ്രവർത്തകരുടെ കോൺഫിഡൻസ് ആണല്ലോ വിജയത്തിൻ്റെ കരുത്ത്. ആ കരുത്തിനുള്ളിൽ വന്നതോടുകൂടി ഉത്കണ്ഠ അവസാനിച്ചു. ഒരുപാട് വാഹനങ്ങൾ ഇത് പൊട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി സഞ്ചരിച്ചിരുന്നു. പല രൂപത്തിലൊക്കെ ഉള്ള പരിശോധനയൊക്കെ ക്രോസ് എക്സാമിൻ ചെയ്തിരുന്നു. പക്ഷേ 25 ലക്ഷം പേരാണ് പങ്കെടുക്കാൻ നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. 28 ലക്ഷം പേര് അതിൽ പങ്കെടുക്കുന്ന സ്ഥിതി വന്നു. അത് ഗിന്നസിലേക്ക് കയറുന്ന ചരിത്രത്തിലെ, അതാണ് ഞാൻ പറഞ്ഞത്, അസാധാരണമായ ചരിത്ര വിജയം കൈവരിക്കാൻ അന്ന് കഴിഞ്ഞതിൻ്റെ ഓർമ്മ ഒരു മഹാ അനുഭവം പോലെ
മനസ്സിൽ കാത്തു സൂക്ഷിക്കാവുന്ന ഓർമ്മകളാണ് ഇന്ന് നമുക്കുള്ളത്. ഇന്നിപ്പോൾ മനുഷ്യച്ചങ്ങല പോലത്തെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഏതൊരു സമര രീതിയാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഒരു വലിയ പിന്തുണ കിട്ടും. അന്ന് അത്ര വലിയ രീതിയിൽ അങ്ങനെ ഒരു സോഷ്യൽ പിന്തുണ മീഡിയ ഇല്ല. അപ്പോൾ ആ പ്രചാരണ രീതികൾ എങ്ങനെയായിരുന്നു അന്നത്തെ? പ്രചാരണ രീതികൾ എന്ന് വെച്ചാൽ സംഘാടക സമിതി രൂപീകരണം, അതായത് 1000-ലധികം സംഘാടക സമിതി അന്ന് രൂപീകരിച്ചു. സംഘാടക സമിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോസ്റ്റ്ലി അല്ല, ഇന്നത്തെ പോലെ വലിയ വലിയ ഫ്ലെക്സ് ബോർഡുകളല്ല, ആയിരക്കണക്കിന് രൂപ ചിലവ് ചെയ്തതില്ല. അതായത് ഓല, തുഞ്ച് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വേസ്റ്റായിട്ട് പോകുമെന്ന് കണക്കാക്കുന്നതും എന്നാൽ നാച്ചുറൽ ഭംഗി കൈമോശം വരാതിരിക്കുന്നതുമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള സംഘാടക സമിതികൾ എല്ലാ സ്ഥലത്തും വരാൻ തുടങ്ങി. അപ്പോൾ 1-2 സ്ഥലത്ത് ഇത് മോഡലായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് കേരളം കൂടെ ഏറ്റുപിടിച്ചു. അതൊരു ട്രെൻഡായിട്ട് മാറി. അപ്പോൾ 1000-ലധികം എന്ന് വെച്ചാൽ 1000-ലധികം എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട്. 1000 പഞ്ചായത്താണ് കേരളത്തിൽ പൊതുവായിട്ട് നോക്കുമ്പോൾ ഉള്ളത്. ഒരു പഞ്ചായത്തിൽ ഒന്ന് വെച്ച് നോക്കുമ്പോൾ സംഘാടക സമിതിയുടെ രൂപീകരണത്തിൽ പങ്കുവഹിച്ചതിൻ്റെ ഫലമായി ഈ രൂപത്തിൽ അപ്പോൾ ഇങ്ങനെ മുളവടികൾ, അതുപോലെ കാട്ടുപുല്ല്, വാഴയില, ഇങ്ങനെ ഓരോന്ന്, പനമ്പിൻ്റെ ഇതൊക്കെ വന്ന് ഇത് കഴിഞ്ഞോടുകൂടി പ്രകൃതിയിൽ തന്നെ ഒരു സമരത്തിൻ്റെ സൗന്ദര്യം ശക്തിപ്പെടാൻ തുടങ്ങി. അതും പുതിയ തലമുറക്ക് ഉന്മേഷവും ആവേശവും പകരുന്നൊരു കരുത്തായിട്ടത് മാറുകയുണ്ടായി. പിന്നെ തകഴിയെപ്പോലുള്ള, ഒളപ്പോണയെപ്പോലുള്ള കേരളം കണ്ട ഇന്ത്യക്ക് സംഭാവന നൽകിയ മഹാന്മാരായ സാഹിത്യ നായകന്മാർ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ പരിപൂർണത സമാനതകളില്ലാത്ത വിധം ശക്തിപ്പെട്ടു വന്നു. അതാണ് അതിൻ്റെ സവിശേഷത. കേന്ദ്ര അവഗണനക്കെതിരെ ഒരു മനുഷ്യച്ചങ്ങല കൂടെ DYFI തീർക്കുകയാണ്. അതിനോടുള്ള പ്രതികരണം? കേന്ദ്രം ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലദേശ പരിതസ്ഥിതികളെന്ന് പറയും ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും സന്ദർഭോചിതമായ ഒരു പ്രവർത്തനത്തിനാണ് DYFI ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. കേന്ദ്ര അവഗണനയുടെ ഫലമായി 55,500 കോടി രൂപയാണ് ധനകാര്യ കമ്മീഷൻ്റെ വിഹിതമായിട്ടും GST നികുതിയുടെ ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ടും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ടത് വരേണ്ടത്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന തുക ലഭിക്കാതിരിക്കുക, വായ്പ എടുത്ത് നിർവഹിക്കുന്നതിനുള്ള അധികാരമുണ്ട് സ്റ്റേറ്റിന്. പക്ഷേ അത് ബോറോയിങ് കപ്പാസിറ്റി കുറച്ച് കൊണ്ടുവന്ന് വായ്പ എടുക്കുന്നതിൽ ശ്വാസം മുട്ടിക്കുക, ഈ രൂപത്തിൽ സംസ്ഥാനത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസനത്തിന് വിലങ്ങ് വെക്കുന്ന കേന്ദ്ര നയത്തെ എതിർക്കുക എന്നുള്ളത് സമരോത്സുകമായ ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പായിരിക്കും യഥാർത്ഥത്തിൽ ഈ 20-ന് നടക്കാൻ പോകുന്ന മനുഷ്യച്ചങ്ങല.